പ്രൈസ് ലോർഡ്. വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി മന്ന. ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് ക്രിസ്തേഷ്യൻ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വചന ധ്യാനത്തിനായി സാംസ് 16, സങ്കീർത്തനങ്ങൾ 16. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദൈവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എൻ്റെ നാന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നാം ശരണമാക്കിയിരിക്കുന്നതുകൊണ്ട് ദൈവം നമ്മെ കാത്തുകൊള്ളും. നമ്മുടെ പ്രാർത്ഥന അത് ആയിരിക്കട്ടെ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് ഒഴികെ നമുക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാർ അവർ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. അന്യദൈവനെ കൈക്കൊള്ളുന്ന വേദന വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന നമുക്കൊരു നന്മയ്ക്കും കുറവില്ല. നമ്മുടെ അവകാശത്തിൻ്റെയും പാനപാത്രത്തെയും പങ്ക് യഹോവയാകുന്നു. നമുക്കുള്ള ഓഹരിയെ ദൈവം പരിപാലിക്കും. ഈ വചനം നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. നമ്മൾ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം, മരുഭൂമി ഉദ്യാനമാക്കുന്ന ദൈവം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ദൈവം, മാറിയ മധുരമാക്കുന്ന ദൈവം, എല്ലാ അവസ്ഥയിലും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ കാറ്റിനെയും കണ്ണയും ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂല അവസ്ഥകളെയും അന്ധകാരങ്ങളെയും ശാസിച്ച് നല്ലൊരു കപ്പത്താൻ നമ്മുടെ ജീവിതമാകുന്ന പടകനെ നയിക്കും. കർത്താവിൽ വിശ്വസിച്ച് മുന്നേറാം. ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. ദൈവത്തോട് നമുക്ക് ബുദ്ധി ഉപദേശനം പ്രാർത്ഥിക്കാം. ദൈവജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാം. വെളിപ്പാടും ദർശനത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്തുക. രാത്രികാലങ്ങളിലും എപ്പോഴും നമ്മുടെ അന്തരംഗം നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉപദേശിക്കും. ദൈവത്തിന് ജ്ഞാനം നമ്മൾ എന്നറിയുമ്പോൾ നല്ലൊരു ഇൻസ്ട്രക്ടറായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കും. ദൂതമണ വേലയിൽ നമ്മളെ കാവൽ ചെയ്യും. ആമേൻ. ദൈവജ്ഞാനത്തിനായി, പരിജ്ഞാനത്തിനായി, വേഗത്തിനായി, ബുദ്ധിക്കായി, താഴ്മയ്ക്കും വിനയത്തിനുമായി, ആത്മവിവരങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഈ ജീവിതത്തെ മുന്നോട്ട് പോകാനുള്ള ശക്തി പ്രാപിച്ച് മുന്നേറും. കഴുകിനെ പോലെ ചിറകടിച്ചു വരാം. നമ്മളെപ്പോഴും കർത്താവിനെ നമ്മുടെ മുമ്പിൽ വയ്ക്കുക. കർത്താവ് നമ്മുടെ വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോയില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ മനസ്സ് സന്തോഷിച്ച്, നമ്മുടെ ഹൃദയം സന്തോഷിച്ച് മനസ്സാനന്ദിക്കും. നമ്മുടെ ജഡവും നിർഭയമായി വസിക്കും. അതിന് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ പ്രാണനെ ഒരിക്കലും പാതാളത്തിൽ വിടുകയില്ല. കർത്താവിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. ദൈവം ജീവൻ്റെ വഴി നമുക്ക് കാണിച്ചു തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തൊക്കെയുണ്ട്? സന്തോഷ പരിപൂർണതയും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രമോദങ്ങളുമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ പൂർണ്ണ സന്തോഷം നമ്മൾ അന്വേഷിച്ചാൽ കിട്ടില്ല, സമാധാനം കിട്ടില്ല, ആശ്വാസം കിട്ടില്ല. എന്നാൽ ഇതാ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്നു, അമ്മ ആശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ലോകാന്ത്യത്തോളം ലോകാവസാനം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് നമുക്ക് എന്നേക്കുമുള്ള സ്റ്റേബിളായിട്ടുള്ള ഫോറെവർ സന്തോഷവും ഗ്ലാഡ്നെസ്സും ഹാപ്പിനെസ്സും പീസ്ഫുൾ ലൈഫും ഒക്കെ തന്നെ നമ്മൾ വഴി നടത്തും. എപ്പോഴും സന്തോഷം ഇടപെടാതെ പ്രാർത്ഥനയില്ലാത്തുള്ള സ്തോത്രം ചെയ്യുവാൻ. പാട്ടിൽ ഇങ്ങനെ പറയുന്നു: സ്വന്തമെன்று சொல்லிக்கொள்ளலாம் உம்மை விட எதுவுமில்லை, சொத்து என்று அள்ளிக்கொள்ளலாம் உம்மை விட யாருமில்லை, യേശുവേ യേശുവേ എല്ലാം യേശുവേ. കർത്താവേ, മക്കളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ അവരനുഗ്രഹിക്കുമാറാണമേ. അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയിൽ സന്തോഷം മുന്നേറാൻ കൃപയും മാറാണമേ. ഭൂതം അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി ജീവിച്ച യേശു കൃഷ്ണ തന്നെ. ആമേൻ.